ഹായ് മക്കളെ, ഇത് അക്ഷരമുറ്റം ക്വിസിൻ്റെ സ്കൂൾ തലം UP ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലം ഇന്ത്യയിലാണ്. ഇക്കഴിഞ്ഞ ജൂണിലാണ് ഉദ്ഘാടനം ചെയ്തത്. പാലത്തിൻ്റെ പേരെന്ത്? ആൻസർ ചെനാബ് പാലം. ഇത് ജമ്മു കാശ്മീരിലാണ്. നമ്മുടെ അടുക്കളയിലെ അവിഭാജ്യ ഘടകമാണ് കറിയുപ്പ്. കറിയുപ്പിലൂടെ ശരീരത്തിലെത്തുന്ന മൂലകം ഏതാണ്? ആൻസർ സോഡിയം. 3. പഹൽഗാം ആക്രമണത്തിന് പകരമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്പറേഷൻ സിന്ദൂർ. 2028 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത്? ലോസ് ആഞ്ചൽസ്. 5. ഹരിത വിപ്ലവം ഭക്ഷ്യധാന ഉൽപ്പാദനത്തെ സംബന്ധിച്ചുള്ളതാണ്. നീല വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യോൽപാദനം. 6. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ആരുടെ വാക്കുകളാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു സ്കൂൾ തകർന്നിരുന്നു. സ്കൂളിൻ്റെ പേരെന്ത്? ആൻസർ GVHSS വെള്ളാർമല. 8ാമത്തെ ക്വസ്റ്റ്യന്: ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? മൗസിൻഡ്രം. ഇത് മേഘാലയയിലാണ്. അത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗം നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം? അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. മക്കൾ കേട്ടിട്ടില്ലേ? മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച സംഭവം വാർത്തയിൽ വായിച്ചിരിക്കുമല്ലോ. ഏത് സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചത്? ആൻസർ ഛത്തീസ്ഗഡ്. 11. താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഇത് ശരിയല്ലാത്ത പ്രസ്താവന 1. സസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ്. സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അവ ഭക്ഷണം പാകം ചെയ്യാൻ പ്രകാശ സംശ്ലേഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യന്: 500 രൂപ നോട്ടിൽ കാണുന്ന പൈതൃക കേന്ദ്രം? ആൻസർ ചെങ്കോട്ട. 13. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ഏത് കൃതിയിലെ വരികളാണ്? ആൻസർ ചണ്ടാല ഭിക്ഷുകി. ഇത് കുമാരനാശാൻ എഴുതിയതാണ് അല്ലേ. 4. ഫോസിലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? പാലിയന്റോളജി. 15. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഡോക്ടർ MS സ്വാമിനാഥൻ. 16. ചീര ഇലക്ക് നല്ല ചുവപ്പാണ്. ഈ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകമേത്? ആൻസർ ആന്തോസയാനിൻ. 17. മഴവില്ലിന് 7 നിറങ്ങളുണ്ട്. മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? ആൻസർ ചുവപ്പ്. 18. ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആഗസ്റ്റ് 6. 19. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആൻസർ ശ്വേതാ മേനോൻ. 20. ഈ വർഷം ജൂലൈയിൽ നടന്ന ബഹിരാകാശ ദൗത്യം ഇന്ത്യക്ക് അഭിമാനമായി മാറിയത് ആ സംഘത്തിലെ ഇന്ത്യക്കാരൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ആൻസർ ശുഭാംശു ശുക്ല. ഇനിയുള്ളത് ടൈ ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊന്ന്: ഒരു നിശ്ചിത പരിധിയുള്ളിൽ ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സംവിധാനമാണല്ലോ വൈഫൈ. വൈഫൈയുടെ പൂർണ്ണരൂപം എന്ത്? ആൻസർ വയർലെസ് ഫെഡിലിറ്റി. 2. ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ആര്? അശ്വിനി വൈഷ്ണവ്. മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. മണ്ണ് ഉപയോഗിക്കാത്ത കൃഷി രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈഡ്രോപോണിക്സ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ്. 5. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ പൂനെ. ഓക്കെ, സെലക്ഷൻ കിട്ടിയ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി സെലക്ഷൻ കിട്ടാത്തവർ സങ്കടപ്പെടരുത്. ഇനിയും ഒരുപാട് ക്വിസ് പ്രോഗ്രാം ഉണ്ട്, അതിനൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വിജയം ഉറപ്പായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.